അർജന്റീന ലോകകപ്പ് ഫൈനലിലേക്ക് എത്തി. ലോകമെമ്പാടുമുള്ള ആരാധകർ അമേരിക്കയിലേക്ക് പറക്കാനുള്ള തിരക്കിലാണ്. മുൻ താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും സെലിബ്രിറ്റികളും ഫൈനൽ സ്റ്റേഡിയത്തിലുണ്ടാകും. പക്ഷേ ഒരു വ്യക്തി മാത്രം പോകില്ല. അത് മറ്റാരുമല്ല, അർജന്റീനയുടെ പ്രസിഡന്റ് ഹാവിയർ മിലൈ. കാരണം സുരക്ഷയല്ല, രാഷ്ട്രീയ പ്രശ്നമല്ല, അസുഖമല്ല, ഒരു അന്ധവിശ്വാസം. അതെ, ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഇതാണ്. അർജന്റീന പ്രസിഡന്റ് ഹാവിയർ മിലൈ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് താൻ അമേരിക്കയിൽ നടക്കുന്ന ലോകകപ്പ് ഫൈനൽ നേരിട്ട് കാണാൻ പോകില്ലെന്ന്. പകരം ഇതുവരെ എല്ലാ മത്സരങ്ങളും കണ്ടതുപോലെ സ്വന്തം ഔദ്യോഗിക വസതിയിൽ ഇരുന്ന് തന്നെ ഫൈനൽ കാണുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പലർക്കും അത്ഭുതമായി. ഒരു രാഷ്ട്രീയ തലവൻ സ്വന്തം രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഫുട്ബോൾ മത്സരത്തിന് പോകാതെ ഇരിക്കുമോ? അതിന് പിന്നിലെ കാരണം കേൾക്കുമ്പോഴാണ് കഥ കൂടുതൽ രസകരമാകുന്നത്. മിലൈ പറയുന്നത് വളരെ ലളിതമാണ്. ഈ ലോകകപ്പിൽ അർജന്റീന കളിച്ച എല്ലാ മത്സരങ്ങളും താൻ ഒരേ സ്ഥലത്തും ഒരേ രീതിയിലും കണ്ടു. ഓരോ മത്സരവും ജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ റൂട്ടീൻ ഇനി മാറ്റിയാൽ ഭാഗ്യം മാറുമോ എന്ന ഭയമുണ്ട്. അതിനാൽ ഫൈനലിനും അതേ രീതിയിൽ തന്നെ മത്സരം കാണും. ഇത് തന്നെയാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. ഇപ്പോൾ പലർക്കും തോന്നാം, ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ഇങ്ങനെ അന്ധവിശ്വാസം വിശ്വസിക്കാമോ? പക്ഷേ അർജന്റീനയെ കുറിച്ച് അറിയുന്നവർക്ക് ഇതത്ര അത്ഭുതമല്ല. കാരണം അവിടെ ഒരു പ്രത്യേക സംസ്കാരമുണ്ട്. അതിന്റെ പേരാണ് കാബാലാസ്. അതായത് ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്ന ചെറിയ ചെറിയ ശീലങ്ങൾ. ഉദാഹരണത്തിന്, ഒരു മത്സരം ജയിച്ചപ്പോൾ ധരിച്ച ജേഴ്സി അടുത്ത മത്സരത്തിലും കഴുകാതെ ധരിക്കുക, അതേ കസേരയിൽ ഇരിക്കുക, അതേ ഭക്ഷണം കഴിക്കുക, അതേ സുഹൃത്തുക്കൾക്കൊപ്പം മത്സരം കാണുക, വീട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കുക. ഇങ്ങനെ നൂറുകണക്കിന് ചെറിയ ആചാരങ്ങൾ അർജന്റീനയിൽ സാധാരണമാണ്. ആരാധകർ മാത്രമല്ല, താരങ്ങളും ഇതൊക്കെ ചെയ്യുന്നവരാണ്. മിലയും അതിൽ നിന്ന് വ്യത്യസ്തനല്ല. റിപ്പോർട്ടുകൾ പ്രകാരം ഓരോ മത്സരം കാണുമ്പോഴും അദ്ദേഹം ഒരേ ജാക്കറ്റ് ധരിക്കുകയും ഒരേ രീതിയിൽ ഇരിക്കുകയും ചെയ്തിരുന്നു. അത് മാറ്റാൻ അദ്ദേഹം തയ്യാറല്ല. ഇവിടെയാണ് മറ്റൊരു കൗതുകകരമായ ചരിത്രം വരുന്നത്. 1990 ലോകകപ്പിൽ അർജന്റീന ഉദ്ഘാടന മത്സരത്തിൽ കാമറൂണിനോട് തോറ്റിരുന്നു. അന്ന് അർജന്റീന പ്രസിഡന്റ് കാർലോസ് മെനം മത്സരം നേരിട്ട് കാണാൻ സ്റ്റേഡിയത്തിലെത്തിയിരുന്നു. അതിനുശേഷം പലരും തമാശയായും ചിലർ ഗൗരവമായി പറഞ്ഞത് പ്രസിഡന്റ് വന്നതുകൊണ്ടാണ് ഭാഗ്യം പോയത്. അതിനുശേഷം രാഷ്ട്രതലവൻ സ്റ്റേഡിയത്തിലെത്തുന്നത് പോലും ചില ആരാധകർ നല്ല സൂചനയായി കാണാറില്ല. അതുകൊണ്ട് മിലൈ ഇപ്പോൾ പറയുന്നത്, ഞാൻ പോകാതെ ഇരിക്കുന്നതാണ് നല്ലത്. കാരണം ജയിക്കുന്ന രീതിയിൽ മാറ്റം വരുത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ഇതിനിടയിൽ മറ്റൊരു വിവാദം അർജന്റീനയെ ചുറ്റിപ്പറ്റിയുണ്ട്. ഇംഗ്ലണ്ടിനെതിരെ സെമി ഫൈനൽ വിജയത്തിന് ശേഷം ചില അർജന്റീന താരങ്ങൾ ലാസ് മാൽവിനാസ് സൺ അർജന്റീനാസ് എന്ന ബാനർ ഉയർത്തിയിരുന്നു. അതായത് ഫോക്ലാൻഡ് ദ്വീപുകൾ അർജന്റീനയുടേതാണ് എന്ന രാഷ്ട്രീയ സന്ദേശം. ഇത് ബ്രിട്ടന്റെ ശക്തമായ പ്രതിഷേധത്തിന് കാരണമായി. ഫിഫ അന്വേഷണം വേണമെന്നും ആവശ്യമുയർന്നു. രാഷ്ട്രീയ സന്ദേശങ്ങൾ മത്സരവേദിയിൽ പ്രദർശിപ്പിക്കുന്നത് ഫിഫ നിയമങ്ങൾക്ക് വിരുദ്ധമെന്നാണ് വിമർശനം. ഇത്തരം വലിയ വിവാദങ്ങൾക്കിടയിലൂടെയാണ് അർജന്റീന ഇപ്പോൾ ഫൈനലിലേക്ക് എത്തുന്നത്. ഒരു വശത്ത് ഫിഫ അന്വേഷണം, മറ്റൊരു വശത്ത് ലോക ചാമ്പ്യൻ പട്ടം നിലനിർത്താനുള്ള സമ്മർദ്ദം, അതിനു മുകളിൽ പ്രസിഡന്റിന്റെ അന്ധവിശ്വാസവും. സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് വലിയ ചർച്ചയാണ്. ചിലർ പറയുന്നു പ്രസിഡന്റിനും ആരാധകരെ പോലെ വികാരമുണ്ട്. മറ്റു ചിലർ ചോദിക്കുന്നു, ഒരു രാഷ്ട്രത്തലവൻ ഇങ്ങനെ പരസ്യമായി അന്ധവിശ്വാസം പറയുന്നത് ശരിയാണോ? എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, മിലൈ ഈ തീരുമാനം രാഷ്ട്രീയത്തിന് വേണ്ടിയോ സുരക്ഷയ്ക്ക് വേണ്ടിയോ എടുത്തതല്ല. അർജന്റീന ജയിക്കട്ടെ എന്ന ആഗ്രഹം കൊണ്ടാണ്. ഇനി എല്ലാ കണ്ണുകളും ഫൈനലിലേക്കാണ്. സ്പെയിനിനെതിരെ അർജന്റീന കിരീടം നിലനിർത്തുമോ, അതോ യൂറോപ്യൻ കരുത്ത് കിരീടം സ്വന്തമാക്കുമോ? അതിന് ഉത്തരം കിട്ടാൻ ഇനി മണിക്കൂറുകൾ മാത്രം. പക്ഷേ ഫലം എന്തായാലും ഈ ലോകകപ്പിലെ ഏറ്റവും വിചിത്രമായ വാർത്തകളിലൊന്നായി പ്രസിഡന്റ് ഫൈനലിൽ പോകുന്നില്ല. കാരണം അന്ധവിശ്വാസം എന്ന സംഭവം രേഖപ്പെടുത്തും.